താഴേക്കോട് പഞ്ചായത്തിലെ വെളിങ്ങോട്ടുകുന്ന് എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു കമ്പനിയെ പരിചയപ്പെടുത്തുകയാണ്. ചക്ക ഉൽപ്പന്നങ്ങൾ നിരവധി, അതുപോലെ തന്നെ തേങ്ങാ ഉൽപ്പന്നങ്ങൾ, തേങ്ങാപ്പാല്, തേങ്ങ ചിരവിയത്, ഇങ്ങനെ അനേകം ഉൽപ്പന്നങ്ങൾ 35ഓളം ഭക്ഷ്യമൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡ്രീംസ് അഗ്രോ പ്രൊഡക്ട്സിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം 36ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. കളറും അല്ലെങ്കിൽ പ്രിസർവേറ്റീവും ചേർക്കാത്ത നാടൻ വിഭവങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് താഴേക്കോട്, തച്ചനാട്ടുകര, വെട്ടത്തൂർ പഞ്ചായത്തുകളിലും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ഹോം ഡെലിവറി തരുന്നതാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ കൊറിയർ ചാർജ് അയച്ചു തന്നാൽ കൊറിയർ ചെയ്തു തരും. അത് ഇന്ത്യയിലുടനീളം കൊറിയർ സർവീസ് ലഭ്യമാണ്. അനിൽ സർ, വെൽക്കം ടു ഡ്രീംസ് അഗ്രോ പ്രൊഡക്ട്സ്. നമ്മള് പുതിയൊരു നാളികേരം, ചക്ക, നേന്ത്രക്കായ തുടങ്ങിയ കാർഷിക വിഭവങ്ങളിൽ നിന്നും പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത്. ഇത് ഓരോ പ്രോസസ്സിങ്ങിനുള്ള മെഷീനറികളാണ്. നമ്മുടെ ബാൻഡ് സീലർ, അത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ. ഇത് നമ്മൾ ശർക്കര ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കെമിക്കൽ ഒന്നും ചേർക്കാത്ത ഷുഗർ കൂടി ഉണ്ടാക്കാനുള്ളതാണ്. ഇത് വെജിറ്റബിൾ കട്ടറാണ്. നമ്മൾ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഓയിലില്ലാത്ത ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പ്രധാനമായിട്ടും നാളികേരം, ചക്ക മുതലായവ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയറാണ്. ഇതിന്റെ ട്രേ ആണ് ഇരിക്കുന്നത്. അതിപ്പം നമ്മളെ ലോഡ് ഇന്നലെ തീർന്നുകൊണ്ട് ഈ ഉദ്ഘാടനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നാളികേരം പൊട്ടിച്ച് വെക്കാൻ ടൈം കിട്ടിയില്ല. ഗുജറാത്തിൽ നിന്ന് വാങ്ങിച്ച മെഷീനാണ്. സ്റ്റീമറിൽ നമുക്ക് ആവിയിൽ വേവിച്ച ഇലയട, ചക്ക, കുമ്പളപ്പം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിയുടെ ട്രേ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റേതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫ്രഷ് തേങ്ങാപ്പാൽ. ഡയറക്റ്റ് ടു കസ്റ്റമറാണ്. നമ്മളെ ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. നാടൻ വാഴയുടെ ഉണ്ണിപ്പിണ്ടി, ഇതും ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതൊന്നും നമുക്ക് കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ലാത്തതാണ്. ഇവിടെ പ്രധാനമായിട്ടും കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നേന്ത്രക്കായ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫ്രഷ് എണ്ണയിൽ, ഓരോ ദിവസവും ഫ്രഷ് എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ്. അതിൻ്റെ ചിപ്സ്, ഒന്ന് നേന്ത്രക്കായ ചിപ്സ്, പിന്നെ ചക്ക ചിപ്സ്, കപ്പയുടെ ചിപ്സ്, നേന്ത്രക്കായ പഴുത്തതിൻ്റെ ചിപ്സ്, വിവിധ തരം ചിപ്സുകൾ, വിവിധ തരം മിക്സറുകൾ ഇവിടെ ഉണ്ട്. ആണ് ഇതിൽ ഒരു കണ്ടാമിനേഷനും ഇല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് 100% പറയാം. ഇതുണ്ട്. കൂടാതെ നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് തേങ്ങാപ്പാൽ ഹോട്ട് പ്രോസസ്സിങ്ങിൽ ചെയ്യുന്ന അതുമുണ്ട്. കൂടാതെ നമ്മൾ കാണിച്ച പോലെ തേങ്ങ ചെറുകിയത്, തേങ്ങാപ്പാൽ, അത് സമൂലം ചക്ക, നമ്മൾ കൊത്തച്ചക്ക ഉണ്ടല്ലോ, സമ്പൂർണ്ണ ചക്ക, അത് നമ്മൾ പൊടിയാക്കുന്നുണ്ട്. പൊടിയാക്കിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ചക്കച്ചോളം മാത്രം പൗഡർ ആക്കിയതാണ്. ചുക്കുപൊടി, ഇഞ്ചി ഉണക്കി അത് ഉണ്ടാക്കുന്ന, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പൗഡർ, നമ്മുടെ മധുരക്കിഴങ്ങ് പൊടി. ഈ പൊടികളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉള്ളിലെത്തിയാൽ മതി. അത് ആരോറൂട്ട് പൗഡർ ചോറിന്റെ കൂടെ, ഏതെങ്കിലും അരിപ്പഴയുടെ, ഗോതമ്പുയുടെ കൂടെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ ഉപയോഗിക്കാം. അതിൽ സാമ്പാറിലിട്ട് കുടിക്കാം, അല്ലെങ്കിൽ പാലിൽ ചേർത്ത് കുടിക്കാം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൊടികൾ, ചക്കപ്പൊടി ആണെങ്കിലും കപ്പൊടി ആണെങ്കിലും അത്ര സാധനങ്ങൾ ഉള്ളിലെത്തിയാൽ മതി. കാരണം ഫൈബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. നമ്മുടെ കൊത്തച്ചക്ക പൊടിയാക്കിയത്. ഈ കൊത്തച്ചക്കയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ കൂഞ്ഞിലുണ്ട്, മടലുണ്ട്. അപ്പോൾ ഈ ജാക്വലിൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ പെക്റ്റിൻ പോലുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ശരിക്കും ഫൈബർ മാത്രമേ നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. പക്ഷേ ഇതിനാണ് മെഡിക്കൽ വാല്യൂ ഉള്ളത്. ഇപ്പം നിലവിൽ ഡയബറ്റീസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കീമോ ചെയ്ത് കഴിഞ്ഞാലുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കേണ്ട സമ്പൂർണ്ണ ചക്കപ്പൊടിയാണ്. എൻ്റെ പേര് അനിൽ ജോസ് എന്നാണ്. ചക്കക്കൂട്ടത്തിലെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ വലിയ നഗരങ്ങളിലാണ് ഈ സംരംഭങ്ങളൊക്കെ ഉണ്ടാവുക. ഇതൊരു ഗ്രാമപ്രദേശത്ത് തുടങ്ങിയെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടുക. ഇവിടുത്തെ കർഷകരുണ്ടാക്കുന്ന ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ എത്ര സാധനം എല്ലാവർക്കും ഇവിടെ കിട്ടും. ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും ചക്കയിൽ നമുക്ക് നിലവിൽ ഒരു മായവും ചേർക്കാത്തത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്നും അതിനകത്ത് വരുന്നില്ല. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കിയ മൂത്ത ചക്കയിൽ നിന്ന് അനുയോജ്യമായ സൈസിലെടുത്തിട്ട് പിന്നെ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തത്. അതുകൊണ്ടാണ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. അതിൽ നിന്നുണ്ടാക്കിയെടുത്ത ചിപ്സാണിത്. അപ്പം ഇത്തരം പ്രൊഡക്റ്റാണ്, ഇത്തരം സംരംഭങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഫ്രഷ് എണ്ണയിലാണ് ചെയ്യുന്നത്. നമ്മൾ എണ്ണ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു ദിവസം എത്രയാണോ ഒരു ബാച്ചിൽ വരുന്നത് അത് മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നത്.
അടുത്ത ദിവസം നമ്മൾ വീണ്ടും റീഫിൽ ചെയ്യുന്ന പുതിയ എണ്ണയാണ്. അപ്പൊ നമ്മളെ ഗുണഭോക്താക്കൾക്ക് അവരുടെ ആന്തരാവയവങ്ങൾ അടിച്ചു പോകാതിരിക്കാൻ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല ഉൽപ്പന്നങ്ങൾ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കിതുള്ളൂ. പരിസരത്തുള്ള ഇപ്പോൾ എന്നെ സംബന്ധിച്ച് തച്ചനാട്ടുകര കൃഷിഭവനിലെയും താഴേക്കോട് കൃഷിഭവനിലെയും അതുപോലെ കരിമ്പുഴ കൃഷിഭവനിലെയും ഈ മൂന്നും എൻ്റെ പരിസരത്തുള്ള എനിക്ക് ഭൂമിയുള്ള ഞാൻ ബന്ധപ്പെടുന്ന കൃഷിഭവനുകളാണ്. അപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസർമാരായിട്ടും കർഷകരായിട്ടും സഹകരിച്ചിട്ടാണ് ആരുടെ അടുത്താണോ പ്രോഡക്റ്റ് ഉള്ളത് അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ആരോഗ്യമാണ് സമ്പത്ത്, അതിൽ ഊന്നിയിട്ടാണ് ഡ്രീംസ് അഗ്രോ പ്രൊഡക്ട്സ് മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.